നിങ്ങൾക്കെല്ലാവർക്കും ഗൂഗിളിന്റെ സർക്കിൾ ടു സെർച്ച് ഫീച്ചർ അറിയുന്നുണ്ടാവും. അത് ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ഹോം സ്ക്രീൻ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മാത്രം മതി. എന്നാൽ ചില സമയത്ത് നമ്മുടെ കൈ തട്ടിയിട്ട് ഗൂഗിളിന്റെ ജെമിനി ആക്ടിവേറ്റ് ആവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് കുറച്ച് പേർക്ക് ആപ്പ് യൂസ് ചെയ്യാന്നല്ലാണ്ട് ഇത് എങ്ങനെയാ ഈ ഷോർട്ട് കട്ട് ആക്ടിവേറ്റ് ചെയ്യാന്ന് അറിയണ്ടായിരുന്നില്ല. സോ ഇപ്പോഴും അത് എങ്ങനെ ചെയ്യാന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനും കാണുക. നമ്മൾ ഫോണിന്റെ റൈറ്റ് ബോട്ടം കോർണറിൽ നിന്ന് ഡയഗണലി വലിച്ചാൽ മാത്രമാണ് ജെമിനിയുടെ ഷോർട്ട് കട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ നമുക്ക് കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൾ പോലെ ജെമിനായിട്ട് സംസാരിക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാനും അത് എൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുവരെയുള്ള കോൺവെർസേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇവിടെ കാണുന്ന മൈക്കിന്റെ ഓപ്ഷൻ ക്ലിക്ക് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ വോയിസ് സെർച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതേപോലെ വെറുതെ ഇൻഫോർമേഷൻ കാണിച്ചു തരാൻ മാത്രമല്ല ആ ഫുൾ ഇൻഫോർമേഷൻ റീഡ് ഔട്ട് ചെയ്യും. പിന്നെ റൈറ്റ് ടോപ്പ് കോർണറിലുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ആണെങ്കിൽ നമുക്കത് ഫുൾ സ്ക്രീനിലായിട്ട് ഇതേപോലെ കാണാൻ പറ്റും. ഇനി ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ആണെങ്കിൽ ക്യാമറ, ഗാലറി, ഫയൽസ് ആൻഡ് ഡ്രൈവ് എന്നൊക്കെ നമുക്ക് ഫോട്ടോ വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നോർമലായിട്ട് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യണമെങ്കിൽ അതിന്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇനി ഏതെങ്കിലും ഇമേജിന്റെ മേലെ നിന്നാണ് നമ്മൾ ഗൂഗിൾ ജെമിനി ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ ആസ്ക് അബൌട്ട് സ്ക്രീൻ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ അവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക.